ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് ഗതാഗതം അനിശ്ചിതത്വത്തിൽ തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായ ചരക്ക് നീക്കം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ബഹ്റൈനുമായി ചേർന്ന് പുതിയൊരു കടൽപാത തുറന്നിരിക്കുകയാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയിലെ ദമാം കിങ് അബ്ദുൽ അസീസ് തുറമുഖത്തെയും ബഹ്റൈനിലെ ഖലീഫ ബിൻ സൽമാൻ തുറമുഖത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ് പുതിയ കടൽപാത. യുദ്ധം ഗൾഫ് മേഖലയിലെ കപ്പൽ ഗതാഗതത്തെ സാരമായി ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ബഹ്റൈനുമായി പുതിയ കടൽപാത തുറന്നിരിക്കുന്നത് സൗദി അറേബ്യ. MSC കമ്പനിയുടെ ഗൾഫ് ഷട്ടിൽ സർവീസ് വഴിയാണ് സൗദി പോർട്ട് അതോറിറ്റി മവാനി ഈ പുതിയ പാത ഒരുക്കിയിരിക്കുന്നത്. ദമാമിലെ കിങ് അബ്ദുൽ അസീസ് തുറമുഖത്തെയും ബഹ്റൈനിലെ ഖലീഫ ബിൻ സൽമാൻ തുറമുഖത്തെയും ബന്ധിപ്പിക്കുന്ന ഈ സർവീസ് ഏകദേശം 3000 കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ നിയന്ത്രണങ്ങളും തടസ്സങ്ങളും നേരിടുന്ന സാഹചര്യത്തിലാണ് സൗദിയുടെ ഈ നീക്കം. പ്രാദേശിക ഷിപ്പിംഗ് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, ലോജിസ്റ്റിക് മേഖല വിപുലീകരിക്കുക, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന ആഗോള ലോജിസ്റ്റിക് ഹബ്ബായി സൗദി അറേബ്യയെ മാറ്റുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കര അതിർത്തികളിലെ തിരക്ക് കുറയ്ക്കാനും ചരക്ക് നീക്കത്തിനുള്ള സമയം ലാഭിക്കാനും ഈ പുതിയ റൂട്ട് സഹായകരമാകുമെന്നും പ്രതീക്ഷിക്കുന്നു.